ജ്യോതി അസ്ട്രോളജറാണ്. നമ്മളിവിടെ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസിന് നമ്മൾ നിറങ്ങൾ ഒരു വലിയ ഘടകമാണോ, അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ഒരു ഫോൺ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ, ഒരു ക്യാമറ വാങ്ങുമ്പോൾ ഒക്കെ നമ്മൾ നിറങ്ങൾ നോക്കേണ്ടതാണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ചൊക്കെ അതിലും കാര്യമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് കലിയുഗമാണ്. ഇവിടെ രാഹു ശനി ഇവർക്കാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സിൽവർ കളറിലുള്ള ലാപ്ടോപ്പ് വാങ്ങിയെന്നിരിക്കട്ടെ. ഇപ്പൊ സിൽവർ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് മൂണിനെയാണ്, നമ്മുടെ മനസ്സാണ്. മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രൻ. അപ്പൊ ആ ചന്ദ്രനെ ഡിനോട്ട് ചെയ്യുന്ന സിൽവർ കളറിലുള്ള ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഫോണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഇടക്കിടക്ക് അസുഖങ്ങൾ ഉണ്ടാവും, ഇടക്കിടക്ക് പ്രശ്നങ്ങൾ വരുന്നു. നമുക്കത് നീണ്ട കാലത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. കാരണം എന്താ വെച്ചാൽ ചന്ദ്രൻ എപ്പോഴും ക്ഷയവൃദ്ധി ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ എപ്പോഴും അമാവാസിയിലൊക്കെ ഒന്നുമില്ലാത്ത ആളായി പോകും. അപ്പൊ നമ്മുടെ ഗ്രഹനിലയിൽ ചന്ദ്രന് വേണ്ടത്ര ബലമില്ലാതെ നല്ല രീതിക്കല്ല അത് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു സിൽവർ കളറിലെ ലാപ്ടോപ്പിനേക്കാൾ അല്ലെങ്കിൽ സിൽവർ കളറിലെ ഒരു ഫോണിനേക്കാൾ ഒക്കെ നമുക്ക് അത് പ്രയോജനം വരുന്നത് ബ്ലാക്ക് ആണ്. അപ്പൊ നമ്മൾ പറയും ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഒരു ദുഃഖമാണ്, സങ്കടമാണ്, അപ്പൊ അത് വേണ്ടാന്ന് വിചാരിക്കും. പക്ഷെ ബ്ലാക്ക് ഡിനോട്ട് ചെയ്യുന്നത് ശനിയെയാണ്. അതുപോലെ രാഹുവാണ് ശരിക്കും ഈ ഇലക്ട്രോണിക് ഇന്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കാരകനായിട്ട് നിൽക്കുന്നത് രാഹുവാണ്. അപ്പൊ രാഹുവും ശനി എപ്പോഴും തരുന്നത് ഒരു സ്റ്റെബിലിറ്റി തരും, ആഴത്തിൽ നിൽക്കും. അല്ലാതെ പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്ന റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആളല്ല. എല്ലാം തന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഒരു കഴിവ് ബ്ലാക്കിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഫോൺ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് ആണ് മറ്റു കളറേക്കാൾ കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടുന്നത് അതിനാണ്. അത് നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ ജാതകത്തില് നന്നായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ, ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്, നല്ല പക്ഷബലം ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൽവർ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു ജനറൽ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും ബ്ലാക്ക്. ഇപ്പൊ ബ്ലാക്കിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ബ്ലാക്കിന് തന്നിലേക്ക് എല്ലാ കാര്യങ്ങളെയും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബ്ലാക്ക് ഒരു നിറമേ അല്ല, അത് എല്ലാവരും അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലാക്കിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് എല്ലാം അസൂയ, കുശുമ്പ്. ഇപ്പൊ ഒരാളുടെ കയ്യിൽ ഒരു നല്ല ഫോൺ ഇരുന്നാൽ, എന്തെങ്കിലും ഒരു സംഭവം ഇരുന്നാൽ മറ്റേ ആൾക്ക് അത് കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷമം, അയാൾക്ക് അത് വാങ്ങാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇത്, അങ്ങനെ വിളായി എന്ന് പറയും, ദൃഷ്ടിദോഷം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്കിലേക്ക് അത് നേരെ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുള്ളൂ, റിഫ്ലക്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പണ്ട് കാലത്തെ ആൾക്കാരെ പറയുന്ന ദൃഷ്ടിദോഷത്തിന് കറുത്ത ചരട് കിട്ടും കഴുത്തില്, അതുപോലെ വലത് കൈയിൽ കിട്ടും ചരട് കറുത്തത്. അതുപോലെ കുട്ടികളാവുമ്പോൾ നമ്മൾ വലിയ വലിപ്പത്തിൽ കണ്ണെഴുതും കരിമഷി കൊണ്ട്. ഇതെല്ലാം എന്താ, കറുപ്പ് ഇവിളായിട്ടുള്ള സംഗതികളെ, നെഗറ്റീവായിട്ടുള്ള സംഗതികളെയൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് കറുപ്പിനുണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ഐറ്റംസിന്റെ രാജാവാണ് രാഹു. അതുപോലെ തന്നെ ശനി ഇന്നത്തെ കാലം കലിയുഗാണ്. അപ്പൊ ശനിയാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതിന്റെ ഡ്യൂറബിലിറ്റി, ശനി എപ്പോഴും എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളെ ഇങ്ങനെ ഒരു അലങ്കാരം പോലെ ഒന്നും നിൽക്കുന്ന ആളല്ല. വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ അർത്ഥവത്തായിട്ട്, വളരെ ഡീപ്പായിട്ട്, സ്ലോ ആയിട്ട്, സ്റ്റഡി ആയിട്ട് പ്രോഗ്രസ് വരുന്ന ആളാണ്. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഐറ്റത്തിന് എന്തായാലും ഒരു ഡ്യൂറബിലിറ്റി, കുറച്ചു കാലം നമുക്കതിന് നല്ലപോലെ ഉപയോഗിക്കണം. അതിനകത്ത് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകരുത്, ഇടക്കിടക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകരുത്, നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതൊരു സജഷനാണ്. ഇനി കറുപ്പ് മാത്രം മേടിച്ചാലേ കാര്യങ്ങൾ നടക്കുവോ എന്നില്ല, എന്നാലും അതിനൊരു പ്രാധാന്യമുണ്ട്, അതാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ജമ്മില് പറയുമ്പോ നമ്മള് പറയും, ഭാഗ്യ രത്നങ്ങൾ പറയുന്നത് പോലെ തന്നെ പറയും, ഈ ദൃഷ്ടിദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേകതരം കല്ലുകൾ ഉപയോഗിക്കും. അപ്പൊ ആ കല്ല് എന്ന് പറഞ്ഞാൽ സുലൈമാനി ഹാക്കിക് എന്ന് പറഞ്ഞിട്ടൊരു കല്ലുണ്ട്. അപ്പൊ സുലൈമാനി ഹാക്കിക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കല്ല് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഇതുപോലുള്ള ഇവിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ കല്ല് ഉപയോഗിച്ച് നമ്മളൊരു ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ കഴുത്തിലൊരു മാലയോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വന്നുപെടുന്ന ഇവിളായിട്ടുള്ള സംഗതികളെ ഈ കല്ല് പിടിക്കും. അപ്പൊ നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള ജലസി, ആർക്കെങ്കിലും നമ്മളോട് ജലസി ഉണ്ട്, ആ രൂപത്തിൽ നമ്മളെ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിൽ അസൂയ ഉണ്ട്, നമ്മളോട് എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം, അല്ലെങ്കിൽ പോട്ടെ വെറുതെ ദേഷ്യത്തിന് നമ്മളെ ശപിക്കുക, പ്രാകുക, ചീത്തവാക്കുകൾ പറയുക. ആ ചീത്തവാക്കുകൾക്കൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകൾക്കൊക്കെ നല്ല പവറാ. അപ്പൊ നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ പോലും ചില സമയത്ത് പറയുന്ന ഒരു
രീതിയും അയാളുടെ മാനസികാവസ്ഥയും നമ്മളുടെ ഗ്രഹനിലയിൽ നമ്മൾക്കപ്പോൾ വീക്കായിട്ടുള്ള സമയമാണ്, നമ്മൾ ഏഴരശനിയിലൂടെ കടന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് രാഹു മഹാദശയാണ്, രാഹു നെഗറ്റീവായിട്ട് വലിയ ഉറപ്പില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്, ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ മനസ്സിൽ അയാൾക്ക് അപ്പോൾ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും ഒരുപാട് നെഗറ്റീവ്സ് അയാളിലുണ്ട്. അയാൾ ഒരു ദുർബലാവസ്ഥയിൽ നിൽക്കുന്നതാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരാളുടെ രാക്ക് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ഇതൊക്കെ നമ്മളിലേക്ക് പെട്ടെന്ന്, അതുപോലെ ബ്ലാക്ക് മാജിക് സ്പെൽസ് ഒക്കെ പെട്ടെന്ന് കയറി വരാൻ പറ്റുന്ന ഒരു പീരീഡാണ് അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പണ്ട് മുതലേ ഉപയോഗിക്കണ ഈ സുലൈമാനി ബ്ലാക്ക് ഹാക്കിംഗ് എന്ന് പറയുന്ന, സുലൈമാനി എന്ന് പറയുന്ന ഒരു അറബിക് വേർഡാണ്. അത് സോളമൻ രാജാവിനെ അറിയാല്ല, സത്യവും സ്നേഹവും ഒക്കെ ഉള്ള രാജാവായിരുന്നു. അപ്പൊ അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ് ഈ കല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സത്യസന്ധതയും. അപ്പൊ ഇതിലൊരു കാര്യമുണ്ട്, ശരിക്കും സുലൈമാനി ഹാക്കിംഗ് ഉപയോഗിക്കുന്ന ആള് മനസ്സിൽ നന്മയുള്ളവനായിരിക്കണം, സത്യസന്ധതയുള്ളവനായിരിക്കണം, നീതിയുള്ളവനായിരിക്കണം. അല്ലാതെ നമുക്ക് എല്ലാവരും നശിച്ചു പോകണം, നമ്മൾ മാത്രം നന്നാവണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കല്ല് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട് കൊണ്ടുവന്ന് വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഈ കറുത്ത ചരട് കെട്ടുക, ഇതുപോലുള്ള ഈ സുലൈമാനി ഹാക്കിംഗ് എന്ന് പറഞ്ഞ ആ കല്ല്, അത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ആരെങ്കിലും കാണുമ്പോൾ നമ്മളെ കഴുത്തിൽ ഉപയോഗിക്കാം. പെട്ടെന്ന് ദൃഷ്ടി വരുന്നത് എവിടെയാണോ ആ ഭാഗത്ത് ധരിക്കുന്നത്. ഇതുപോലുള്ള ഇവിൾ തിങ്സ് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ നല്ലതാണ്. അപ്പൊ ബ്ലാക്ക് തന്നെയാണത്. അപ്പൊ ബ്ലാക്ക് എന്താണ് ചെയ്യുന്നത്? എല്ലാം തന്നിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈറ്റ് എല്ലാം റിഫ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണോ നമ്മളിലേക്ക് വന്നുപെടുന്നത്, ഈ ദുഷ്ടശക്തികൾ, അതുപോലെ ബ്ലാക്ക് മാജിക് കാര്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓറ ക്ലിയർ അല്ല, നമ്മളുടെ വീക്കാണ്. ഇപ്പൊ കർക്കിടക മാസമാണ്, കർക്കിടക മാസത്തിൽ ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മുടെ മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ, അതുപോലെ അന്തരീക്ഷത്തിലാണെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ഇതുപോലുള്ള ഈ ബ്ലാക്ക് മാജിക് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ ആ സമയത്ത്, ഇപ്പൊ കർക്കിടകാണ്, നമുക്ക് മനസ്സിന് സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു ഏഴരശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നമുക്ക് മഹാദശ ശനിയുടേതാണ്, ശനി ഗ്രഹനിലയിൽ മോശമായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കേതുവിന്റെ ദശാകാലാണ്, അതും വളരെ സ്ട്രഗിള്. കേതുവിന്റെ മഹാദശ, അവിടെ ഏഴരശനി, അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയത്ത് ആ വ്യക്തിക്ക് സത്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നിട്ട് അയാളുടെ ദിനചര്യങ്ങൾ, അതായത് ആത്മീയമായ പുരോഗതിയിൽ നിന്ന് അയാളെ പുറകോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും അയാളുടെ ഓറ വീക്കാവും. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് മാജിക്, അതായത് കൂടോത്രം, അതുപോലെ ആഭിചാരം, ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷം, ഇതെല്ലാം അയാളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേയറ്റം നമ്മൾ സിമ്പിളായിട്ട് ഒരു കറുത്ത ചരടെങ്കിലും ജപിച്ച് കിട്ടുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള തിങ്സ് വരാതിരിക്കാനും സഹായിക്കും. അതുകൊണ്ടാണ് കറുപ്പിന് ഇങ്ങനെയുള്ള പ്രാധാന്യങ്ങൾ ഉണ്ട്. കറുപ്പിനെ അങ്ങനെ നമ്മൾ വെറുത്ത് കളയേണ്ട ആവശ്യം തീരെയില്ല. നന്ദി, നമസ്കാരം. നമ്മളിത് ഇത്രയും കാര്യങ്ങൾ കറുപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നാലും ഇപ്പൊ തൽക്കാലം ഇത് പറഞ്ഞ് ഇവിടെ നമുക്ക് മറ്റൊരു ടോപ്പിക്കില് അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം.